അങ്ങനെ ഞങ്ങൾ രണ്ട് കരക്കാരും എത്തിയിരിക്കുകയാണ്. നമ്മുടെ പ്രമാണി ശ്വേത ചേച്ചിയും എത്തിയിട്ടുണ്ട്. നമുക്ക് ചേച്ചി ആദ്യം നമ്മുടെ നാട്ടുകൂട്ടത്തിനെ സ്വാഗതം ചെയ്യാം. കാസർഗോഡ് നിന്നുമാണ് ഇന്ന് നമ്മുടെ നാട്ടുകൂട്ടം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീവിദ്യ, നീ പറഞ്ഞോളൂ. ശ്രീ മഹിഷമർദിനി വനിതാ കോൽക്കളി സംഘം, മഹാലക്ഷ്മിപുരം, ചട്ടഞ്ചാൽ, കാസർഗോഡ് PO. ശ്രീവിദ്യ മുല്ലശ്ശേരി. പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു PO വരെ പറഞ്ഞു. അപ്പൊ എന്തായാലും നമ്മുടെ ടീം കാസർഗോഡ് നിന്നും നിങ്ങൾ ഇന്ന് ഇവിടെ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. റെഡിയാണോ? റെഡി. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ താഴെ തൊട്ട് തുടങ്ങിയ ഒരു തർക്കം നമ്മുടെ കരക്കാരുടെ ഇടയിൽ നിപ്പുണ്ട്. ആ തർക്കത്തിന്റെ ബാക്കി ഇവിടെ പറഞ്ഞ് തീർത്തിട്ട് എപ്പിസോഡ് ഇനി മുന്നോട്ടേക്ക് പോയാൽ മതി. എന്ത് പറ്റി? നമ്മുടെ ഈ കൂട്ടത്തിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സീനിയർ ആയിട്ട് നിൽക്കുന്നത് ആരാ? ശ്വേത ചേച്ചി. എടാ, ഞാനല്ലേ കോമഡി മാസ്റ്റേഴ്സിൽ ആദ്യം വന്നു. ഇതാണ് അല്ലല്ല, നമ്മള് കോമഡി മാസ്റ്റേഴ്സ് അല്ലല്ലോ പറഞ്ഞത്. ചേച്ചി അതിന് മുന്നേ നമ്മുടെ ഈ ഷോയില് ഞാനാണ് ഇവിടെ ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പലരും വന്നത്. എനിക്കൊന്ന് ശ്വേത ചേച്ചി അത് കഴിഞ്ഞിട്ടാണ് വന്നത്. അല്ല, പക്ഷെ അത് കോമഡി. ഞാൻ അമൃത ടിവിയിൽ എത്രയോ ഷോസ് ചെയ്തിട്ടുണ്ട്. അല്ലല്ല, ലോഞ്ചിന്റെ സമയത്ത് ചേട്ടൻ സീനിയർ ആയിരുന്നു. അഖിലേട്ടൻ. ചേച്ചി പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ അമൃത ടിവിയുടെ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ കൂടെയാണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. എത്ര വർഷം. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. എല്ലാരെക്കാളും സീനിയർ ഞാനാണ്. കാരണം ഞാൻ അമൃത സ്കൂളിലാണ് ആദ്യമായിട്ട് പഠിച്ചത്. അവിടെ നിന്നാണ് ഞാൻ പിച്ച വെച്ച് തുടങ്ങിയത്. ഇന്ന് ഇവിടെ ഈ സീറ്റ് ഞാനേ ആദ്യം കണ്ട ചാനൽ അമൃത TV ആയിരുന്നു. ഞാൻ അമൃത ഹോസ്പിറ്റലിൽ രക്തം ടെസ്റ്റ് ചെയ്യാം. എന്നാ ഞാൻ ആ വെളിപ്പെടുത്തുന്ന സത്യം പറയാൻ പോണേ. എന്റെ അമ്മ സ്കാനിങ്ങിന് പോയത് അമൃതയിലായിരുന്നു. ഞാൻ സൂപ്പർ സ്റ്റാറിൽ എന്നാ പാടിയിട്ടുണ്ട്. 47-ലെത്തി. ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഓഡീഷനിൽ ഔട്ടായിരുന്നു. 47-ലെത്തി. പക്ഷെ ബെസ്റ്റ് 18 വരെ എടുത്തോളൂ. 47-ലെ മൊത്തം 50 ആയിരുന്നു. ഈ 40 3 പേർക്ക് ബസ് ഉണ്ടായിരുന്നു വൈകിട്ട്. നേരത്തെ പോയി. ബാക്കി 47 എന്നിട്ടും എന്റെ ഈ കുഞ്ഞു മനസ്സ് വിട്ടില്ല. പിന്നെ ഞാൻ പോയി മറ്റേ അമൃത ടിവിയുടെ തന്നെ മറ്റേ കീർത്തനങ്ങൾ, കച്ചേരികളുടെ ഒക്കെ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ റിയാലിറ്റി ഷോ ആയിരുന്നു. അവിടെയും പോയി. അതിലും എടുത്തില്ല. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോയി വന്നിരിക്കുന്ന സീനിയോറിറ്റി എനിക്ക് തന്നെ. ശ്വേത ചേച്ചി ഇതിനു മുമ്പേ ഏതാ ചെയ്തേക്കുന്നേ? ഞാൻ കുറെ ഇവിടെ ഡാൻസ് റിയാലിറ്റി ഷോയിൽ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ഇതിൽ ഇരുന്നിട്ടുണ്ട്. അമ്മ മകളിൽ ഇരുന്നിട്ടുണ്ട്. പിന്നെ ചേച്ചി ആ സീറ്റ് നേടിയിട്ടേ ഇല്ല. അപ്പൊ ആ സീറ്റിന് ഏറ്റവും അപ്പൊ ഇനി എനിക്ക് തോന്നുന്നു അമൃത TV പറയട്ടെ. നമ്മളുടെ ഇടയിൽ ഇനി തർക്കമുണ്ടല്ലോ, അത് ഇപ്പൊ വേണ്ട. അമൃത TV പറയട്ടെ നമ്മളുടെ ഏറ്റവും സീനിയർ ആരാണെന്ന്. ഓക്കെ, ദാറ്റ്സ് ട്രൂ. അല്ലേ? രാഘവം കരുണാകരം ഭയനാശനം ദുരിതാപഹം ഈശനാം ദേവന്റെ കേശാദിപാദാന്തമാശയം തന്നിൽ വിളങ്ങിടെ മോഹാദികളേടി നടക്കും ഇഹ ജീവിതമാകുന്നൊരു വനഭൂമി. അതേ മോഹവും ശരീരം മാത്രം വ്യത്യാസം. അതേ മുഖം, അതേ ആക്ഷൻ, ഫോട്ടോഷോപ്പിൽ ഡ്രസ് മാത്രം. വേണമെങ്കിലേ ഇപ്പൊ വേണമെങ്കിലും 100 എപ്പിസോഡ് ചെയ്യാം. കാര്യം അറിയാമോ? ഇപ്പം കറക്റ്റ് ഏത് പാട്ടും വിൽക്കാം. ഏത് വയസ്സ് നിനക്ക്? ഇത് ഞാന് 9ാം ക്ലാസ് പഠിക്കുമ്പോ 8ാം ക്ലാസ് 9ാം ക്ലാസ് സമയത്ത് ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തായിരുന്നു ഷൂട്ട്. ആ സമയത്ത് സ്കൂളിൽ പോകുമ്പോ എല്ലാരും ചോദിക്കായിരുന്നു ഞാനാണോ ശരിക്കും പാടുന്നതെന്ന്. അപ്പൊ ഞാൻ എല്ലാരടുത്തും പറയാറുണ്ട് ഞാനാണ് പാടിക്കൊണ്ടിരുന്നത്. അതിന്റെ സത്യം ഇതിന്റെ സത്യം ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാല്, ഇത് ഞങ്ങളൊരു 4 പിള്ളേരുണ്ടായിരുന്നു, 4-5 പേരുണ്ട്. അപ്പൊ നമുക്ക് ഷൂട്ടിന് 2 ദിവസം മുന്നേ വേറെ ആളെ കൊണ്ട് പാടിപ്പിച്ചിട്ട് ആ പാട്ട് ഒരു CD പ്ലെയറിലാക്കി നമുക്ക് തരും. എന്നിട്ട് ഈ പാട്ടിന്റെ ഒക്കെ ലിറിക്സും തരും. ഞങ്ങൾ എല്ലാരും വീട്ടിൽ പോയിരുന്നത് ഫുള്ള് പഠിക്കും. പഠിച്ചിട്ട് പിറ്റേ ദിവസം ഒന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു സൈഡില് പാട്ട് പ്ലേ ചെയ്യും, നമ്മളിരുന്ന് ശരിക്കും ലിപ്പ് കൊടുക്കും. അങ്ങനെ ഒരുപാട് കീർത്തനങ്ങൾ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും കാണാൻ കൊള്ളണം. ചേച്ചി അല്ലല്ല, ഒരു സെക്കൻഡ്. ഞാൻ ഒരാളെ കൂടി ഫ്ലോറിൽ ചേച്ചി എന്ന് വിളിക്കും. നമ്മുടെ സംവിധായക ശ്യാമപ്രസാദ് സാറും ഒക്കെ ആയിട്ട് തിരുവനന്തപുരത്തിരുന്നിട്ട് നമുക്ക് അമൃത TV എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങിയെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഒരു 4 പേരെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചായിരുന്നു മീറ്റിങ്ങിന്. അതിൽ ആദ്യം പോയത് അവിടെ. കറക്റ്റാ. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇത് അവൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ പാട്ട് പ്ലേ ബാക്ക് ചെയ്യും, നീ ഒന്നും ചെയ്യാവോ? ഇപ്പൊ പറ്റൂല, അവക്ക് വേനക്കുള്ളതാണ്. ഒന്നും ചെയ്യണ്ട, നീ എവിടെ ഇരിക്കും, ബിസ്ക്കറ്റ് എടുത്ത് വായിലോട്ട് ഇട്ടു. എനിക്കറിയാം, ഞാൻ പഠിച്ചു പാടിയതാ. ഇത്രേ ഉള്ളൂ. ഞാൻ ഈ പാട്ട് പാടിയതിന് ഒരുപാട് ക്രെഡിറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് ഒക്കെ പാടാൻ പറയുമായിരുന്നു. അപ്പൊ ഞാൻ പറയും തൊണ്ടവേദന, വയ്യ ടീച്ചർ, ഇന്ന് സാധകം ചെയ്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് തള്ളിയിട്ടുണ്ട്. പക്ഷെ ആർക്കും അറിയത്തില്ലായിരുന്നു ഞാൻ പാടിയത്. ആരെ പാടിയെന്ന് നിനക്ക് അറിയോ? അറിയില്ല, ഏതോ അറിയാന്നുള്ള കാണുന്ന ആ സിംഗർ ഉണ്ടെങ്കിൽ മോളെ
മോളല്ലേ നമ്മുടെ ഏജ് ആയിരിക്കും അല്ലേ അതിൽ ആയിക്കോട്ടെ എന്തായാലും കൂടുതലായിരിക്കും ആ സിംഗറിന് താങ്ക് യു സോ മച്ച്. കാരണം ആ പാട്ടുകളാണ് ഇപ്പോഴും നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ ആലിസ് പാടാൻ പോവാണ് ഒന്നും ആലിസിന് വേണ്ടിയല്ല. ആലിസിന്റെ മുകളിൽ ക്ലോസ് അപ്പ്. ആലിസിനെ ക്ലോസപ്പ് വെച്ചാൽ ഈ പാട്ട് അത് വന്നോളൂ. പാട്ട് ഏത് പാട്ടാ ഒന്ന് ഓ അയ്യോ അച്ഛാ ദൈവമേ, നിനക്കെങ്കിൽ ഇപ്പിടുന്നതിനാണോ ഇത്ര വലിയ ഞാൻ ഇന്ന് പാട്? സാധകം ചെയ്തില്ല, ചിലപ്പോ ഒന്ന് വലിയ വീട് അറിയാതെ പോലും ഏമ്പക്കത്തിന് പോലും സൗണ്ട് വെളി സ്വാഗതം ചെയ്ത് നീയൊക്കെ പാട്. പ്രിയ സുഹൃത്തുക്കളെ, ആലിസ് അതാ നമുക്ക് വേണ്ടി ഒന്നും കൂടെ അഭിനയിച്ചു പാടുന്നു. രാഘവം കരുണാകരം ഭയനാശനം ദുരിതാപഹം രാഘവം കരുണാകരം ഭയനാശനം ദുരിതാപഹം മാധവം മധുസൂദനം പുരുഷോത്തമം പരമേശ്വരം മാധവം മധുസൂദനം പുരുഷോത്തമം പരമേശ്വരം രാഘവം കരുണാകരം ഭയനാശനം ദുരിതാപഹം. അടിപൊളി, അടിപൊളി, പാട്ട് അടിപൊളി. പാടും. ഞാൻ ആത്മാർത്ഥമായിട്ട് പഠിച്ചിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെന്റ് വന്നല്ലേ അഭിനയത്തിന്? ഒരു തലയാട്ട് വന്നു. അതെ. അത് അന്ന് നമ്മൾ ചെയ്യുമ്പോഴില്ലേ നമുക്ക് പറഞ്ഞുതരും, നിങ്ങൾ പാടുന്നതാണെന്ന് തോന്നിക്കാൻ വേണ്ടി വിരൽ ഇങ്ങനെ തട്ടിക്കോണേ, ഇങ്ങനെ തലയാട്ടണം എന്ന്. അപ്പൊ എല്ലാത്തിലും ഇത് കയറ്റി വിടുമായിരുന്നു. ഇനി താഴെ ലൈബ്രറി ചെന്നിട്ട് അവരുടെ അന്വേഷിക്കണം ഇത് ആരാ പാടിയെന്ന്. എന്നിട്ട് നിന്റെ ഈഗോ കാരണം അവരുടെ പേര് ലോകം പറഞ്ഞിട്ടില്ല. ഈ പാട്ട് പാടി അവരെ വിളിക്കണം കേട്ടാ. വിളിക്കണം കേട്ടോ, അത് നമ്മൾ വിളിക്കാം, വിളിക്കാം. ആ വിളിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ ചേച്ചിയെ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് ഇറക്കണ്ടേ? പിന്നെ? തർക്കം തീർന്നു. ചേച്ചി ഈ ചേച്ചിനോട് പരിപാടി തുടങ്ങാം. അത് ഞാൻ പണ്ട് അഭിനയിച്ചെന്നുള്ളൂ. ആ അതിന് കാര്യമില്ല. അപ്പൊ എന്തായാലും ചേച്ചി സ്കിറ്റ് ഇറക്കട്ടെ, ചേച്ചിയുടെ വക ചിരി. യെസ്, എന്റെ വീട്ടിലത്തെ സ്കിറ്റ് വരുമ്പോ ആണ് എനിക്കൊരു സന്തോഷം. ഒന്ന് വരട്ടെ. ലാൽ ബാബു ആൻഡ് ടീം. അമ്മേ ഭഗവതി സർവത്രകാരിണി ഈശ്വരമുല്ലാർക്കവിലമ്മേ എന്റെ ദൈവമേ, ഈ ഇലക്ഷന്റെ തിരക്കിനിടയിൽ കുറേ വർക്ക് ഇവിടെ പെൻഡിങ്ങിലുണ്ട്. ആ വർക്കൊക്കെ ഇന്ന് തന്നെ ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ സാധിക്കണേ. ഓഹ് ഈശ്വര. ഹലോ, സന്തോഷാടാ. നീ കണ്ടല്ലേ ഷോർട്ട് ഫിലിം? ശരി ശരി. എടാ അതിലെ 12 കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുത്തേക്കണ ഞാനാണ്. ആകെ 12 ഉള്ളൂ, അത് ഞാനാ. ജാനകി അമ്മൂമ്മയ്ക്ക് ഞാനാ കൊടുത്ത കഞ്ഞി എടുക്കട്ടെ, ഞാനാ കൊടുത്തേ. അയ്യോ, ജാനകി അമ്മൂമ്മയുടെ ഭർത്താവ് കരുണ അപ്പൂപ്പനും ഞാനാ കൊടുത്തു. പിന്നെ ഈ കരുണ അപ്പൂപ്പൻ മരിക്കുമ്പോ ഒരു കാക്ക വന്നെന്ന് വിളിക്കൂലേ, അതും ഞാനാ ശബ്ദം കൊടുത്തത്. ഇല്ല 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 ഇല്ല. ഇപ്പൊ ഈ എല്ലാത്തിനും കൂടെ ശബ്ദം കൊടുത്ത് എന്റെ ശബ്ദം തന്നെ എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. എടാ ഞാൻ സ്റ്റുഡിയോയിലടാ. ആ അമ്പലത്തിന്റെ അവിടെ വെച്ച് കാണാം. വൈകിട്ട് കാണാം. ഓ ശരിടാ, ശരി. ഓക്കേടാ ശരിടാ. വിളിക്കാം. ശരിടാ. ഓ നൈസ് നൈസ്. ഫുൾ ഡീറ്റെയിലിംഗ്. ഹലോ. എന്തായി മുരളിയണ്ണ, വരുന്ന വഴി അവിടെ കല്ലും മണ്ണും കിടക്കണ സംഭവം തോന്നുന്നു. അത് കുറച്ചു നേരത്തെ ശ്രീവിദ്യയുടെ ഡബിങ് ഉണ്ടായിരുന്നു, ഡബ് ചെയ്ത് പോയതാ. ഇനി ഇങ്ങോട്ട് വിളിക്കല്ലേ, ഇത് പാറക്കോറി ആക്കേണ്ടി വരും. അയ്യോ, അപ്പൊ മദൻ വന്നില്ലേ? മത ഷാലിമാറി കയറി നാട്ടിലോട്ട് പോയി. അതെന്ത് ശാലിമാർ കയറി നാട്ടിലോട്ട് പോയത്? അവൻ ഞാൻ പറഞ്ഞു വിട്ടുന്നേ. കാര്യം എന്തെന്ന്? ആ ഹിന്ദിക്കാരന് 2 വർക്ക് ഞാൻ മിക്സ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ പുറത്തു പോയതാ. അവൻ എവിടുന്നോ പോയി മിക്സ് ചെയ്ത് അടിച്ചു വന്നിട്ട് ഇവിടെ വന്നിട്ട് മൊത്തം റീമിക്സ് ആയി പോയി. അവൻ കള്ളം കുടിച്ചോണ്ടൊന്ന് മിക്സ് ചെയ്ത് മൊത്തം കൊളായി പോയില്ലേ? കൊളായോ? ആന്നേ, 2 വർക്കാണ് അവനെ മിക്സ് ചെയ്യാൻ കൊടുത്തത്. ഒരു കല്യാണ വീടും ഒരു മരണ വീടും. അതിൽ കല്യാണ വീട്ടില് കല്യാണ ചെറുക്കൻ താലി എടുത്ത് കെട്ടാൻ പോകുമ്പോഴുള്ള പാട്ട് ഞാൻ സ്വർഗയാത്ര. അപ്പൊ മരണ വീട്ടിലേത് പാട്ടിട്ട്? അയ്യോ അതൊന്നും പറയണ്ട. കയറ് കെട്ടി ബോഡി കുഴിയിലേക്ക് ഇറക്കുമ്പോ അവണി പൊന്നു നിന്നെ ഞാൻ അപ്പൊ ഇന്നും ഡബിങ് നടക്കൂലേ? ഡബിങ് നടക്കും. ആര് ഡബ് ചെയ്യുമെന്ന്? ഞാനല്ലാണ്ട് പിന്നെ ആര്? തമ്മിൽ പിണങ്ങി പോവല്ലേ കാണാതെ മായല്ലേ കണ്ണേ. വാഴാട്ടു എത്ര തവണ ഉണ്ടെണ്ണ? 4 തവണ. എന്നിട്ടും തെറ്റി 4. അതെ, സംഭവമൊക്കെ നിങ്ങൾ ഡബ് ചെയ്യും. പക്ഷെ നിങ്ങൾ ഡബ് ചെയ്ത് കഴിഞ്ഞാൽ തമ്മി തല്ലിപ്പിണങ്ങി പോകലല്ല നടക്കണം, നമ്മൾ തമ്മി കുത്തു നടക്കും. അതുകൊണ്ട് നിങ്ങൾ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ ഞാൻ ഡബ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് വർക്കുണ്ട്, ഞാൻ വേറെ സ്റ്റുഡിയോ പോകണം. നിനക്ക് വർക്ക് ചെയ്യാൻ വേറെ സ്റ്റുഡിയോ കിട്ടും, നിനക്ക് വർക്കും കിട്ടും. പക്ഷെ പൈസ തരാൻ ഞാൻ മാത്രമേ ഉള്ളൂടാ.
നമ്മൾക്കു നാം തന്നെയല്ലേ കൂടെ പിറന്നവരല്ലേ ഹൃദയം മുറിയും അഴലിൽ എന്താലും വാഴാട്ടൂല പാട്ട് മാത്രമേ ഉള്ളൂ, പൈസ ഇല്ലല്ലോ. ഞാൻ ചെയ്യാം. അപ്പൊ എന്തോന്ന് ചെയ്യണം അത് പറ. ആദ്യം നിങ്ങൾ പറ എന്തോന്ന് ഒരു പണി ചെയ്യാം. നമുക്കൊരു വർക്ക് വേറെ വന്നിട്ടുണ്ട്. അത് പെരുമ്പാവൂരെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഏത് ചാനലാണ്? ഭായ് ചാനൽ. അതെ അതെ, ഹിന്ദിക്കാർക്ക് വേണ്ടി തുടങ്ങിയ ചാനലാണ്. ഞാൻ കേട്ടായിരുന്നു. അതെ അതെ, അതൊക്കെ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടെന്നേ. അതില് ഹിന്ദി പരിപാടിയില്ലേ? അല്ലാന്നേ, നമ്മുടെ മലയാള സിനിമകൾ ഹിന്ദിയിലേക്ക് ഡബ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാന്ന്. ടീസർ മാത്രമേ കൊണ്ട് കുറച്ചേ ഉണ്ടാവുള്ളൂ. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഞാൻ പറയണത്. എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ, പക്ഷെ മുറി ഹിന്ദിയിലൊക്കെ ഞാൻ അത്യാവശ്യം ഡയലോഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതങ്ങ് ഡബ് ചെയ്ത് നമ്മൾ രക്ഷപ്പെട്ടില്ലേ. ആ സ്ഥിരം വർക്കാണ്. എന്നാ തിന്നാൻ പോണ അതോ മണപ്പിക്കാണോ? അല്ല, ഈ കണ്ണാടി ഇല്ലാതെ കാണാൻ ആ കണ്ണാടി എടുത്ത് വെക്ക്. കണ്ണാടി എവിടെ? കണ്ണാടി എന്റെ പൊന്നോ. വലുതാക്കി എഴുതി വെച്ചേക്കണം. മനസ്സിലായി അല്ലേ? അതെ, മോഹൻലാലിന്റെ നരസിംഹത്തിലെ സീനാണ്. ആ സീൻ ഒന്ന് ഡബ് ചെയ്താൽ മതി ഹിന്ദിയില്. ഓക്കെ. ഇത് മലയാളം അല്ല, ഹിന്ദി അല്ല, മന്തിയാണെന്ന് തോന്നുന്നു. എനിക്കറിയാവുന്ന ഭാഷയിൽ എഴുതി വെച്ചാ ബായ്, അതങ്ങനെ ചെയ്താ മതി. അപ്പൊ ഈ സംഭവം ആര് പറയും? വിജയകുമാർ പറയുന്ന ഡയലോഗ് ഞാൻ പറഞ്ഞ നമുക്കെന്നാ തുടങ്ങിയാലോ? ഒരു റിഹേഴ്സൽ, ഏകദേശം ഒരു റിഹേഴ്സൽ. ഓക്കെ. അപ്പൊ ഞാൻ വിജയകുമാറിന്റെ ഡയലോഗ് തുടങ്ങുന്നു. ഓക്കെ, ഇങ്ങോട്ട് പിടിക്കാം. മോഹൻലാല് ഈ വെള്ളത്തിന് പൊങ്ങി വരുന്നതിന് മുമ്പേ പുള്ളി പറയാട്ടാ. ഓക്കെ. അവതാർ പിറവിക്ക് സബി രൗദ്രഭാവ് വാഹവിച്ച് इस मूर्ति की नाम नरसिंह है दा देखो बेटा दिनेश अधिमोह है अधिमोह मेरे बापू की चिता जलने वाले दिन तक तुम्हें आइस होंगे എന്ന അതിമോഹം അത് ഗലത്തിയായിരുന്നു എന്ന് മെഹസൂസ് ചെയ്യുമ്പോ തുമ്പ बापू के पैरों मिले से 2 या 3 नगम വെട്ടി തൂക്കാം शाखे चंदन मुट्ठी में मच जलाकर आशा तीर्ക്കാം तुम्हें आशा तीर्ക്കാം. അണ്ണാ, ഈ 8 സാൽക്ക് ഇന്റർവെൽ, അതെന്താ ഇന്റർവെൽ എന്ന് പറയുമ്പോ? ഇന്റർവെൽ അതിന്റെ ഹിന്ദി അറിയില്ല എനിക്ക്. അതായത് 8 സാൽക്ക് ഇന്റർവെൽ, അതായത് 8 വർഷത്തെ ഇടവേളക്ക് ശേഷം. 8 साल के इंटरवल के बाद इंद चूड़ा आ गया. नया കളികൾ ദേഖാനും ചിലത് ദേഖാങ്കർ പഠിപ്പിക്കാൻ. तुम പോടാ बेटा ദിനേശ്. ഇങ്ങനെ ചെയ്താ മതി, അടിച്ചു പൊളിക്കും. പക്ഷെ എനിക്കിത് നന്നായിട്ടിരുന്ന് വായിച്ച് പഠിക്കണം. ഇത് അടിച്ചു പൊളിക്കുമെന്നല്ല, ഇങ്ങനെ ചെയ്താൽ മതി. അടിച്ച് പൊളിക്കും. അവന്മാരെല്ലാം കൂടെ വന്ന് നമ്മളെ അടിച്ച് പൊളിക്കും. പറഞ്ഞത് ആര് വേളുണ്ടോ? സ്മിതേ, എടി സ്മിതേ, ഇറങ്ങി വാ. സ്മിതേ, ആര്? എന്റെ സ്മിതയെ ഇറക്കി വിട്. സ്മിതയെ? എന്റെ ഭാര്യ സ്മിതയെ ഇറക്കി വിടാൻ. എടാ, ഞങ്ങളുടെ സ്മിത. അയ്യോ, നമ്മുടെ സ്മിത. നമ്മുടെ സ്മിത അല്ല, എന്റെ ഭാര്യ സ്മിതയെ ഇറക്കി വിട്. ഇവിടെ സ്മിതയൊന്നുമില്ല. അവളുടെ ബഡ്ഡിങ് വരുന്ന കാര്യം എനിക്കറിയാം. ബഡ്ഡിങ് അല്ല, പുഡിംഗ് അല്ല, ഈറ്റിംഗ് അല്ല, പ്ലംബിംഗ് ആടാ. നീ ഡബിംഗ് എന്ന് പറയരുത്. ആദ്യം പറഞ്ഞ പിന്നെ ബാക്കിയുള്ള കോമഡി ആര് പറയടാ? അപ്പൊ നീ കോമഡി പറയാൻ വന്നതാ? പിന്നെ എന്തിനാ വന്നത് ഇവിടെ? ഞാൻ കോമഡി എനിക്കൊരു കാര്യം മനസ്സിലാക്കണം. ഞാനും എന്റെ ഭാര്യയും തമ്മിൽ സർപ്രൈസ് ആണ്. ഞാൻ ജീവിക്കുന്നുണ്ട്. ഞാൻ അവള് വേറെ വീട്ടിൽ, ഞാൻ വേറെ വീട്ടിൽ. സർപ്രൈസ് ആണ്. എന്നെ പഠിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. ഭർത്താവാണ്, മലയാളം തിരിയൂല. അല്ലെ, പഠിപ്പിക്കാൻ നിൽക്കല്ലോ. ഒറ്റ ചന്തയ്ക്ക് പുറകെ ഇറക്കി വിടാ. ചന്തേ? ഒറ്റ സദ്യക്ക് പുറകെ ഇറക്കി വിടാ. സന്ധ്യേ? ഒറ്റ ചന്തയ്ക്ക് പുറകെ ഇറക്കി വിടാ. ആദ്യം പോയി നീ മലയാള ഭാഷ പഠിച്ചിട്ട് വന്നിട്ട് നിന്റെ ഭാര്യ ഇറക്കണം. അതെ അതെ, നിങ്ങളുടെ ഭാര്യ ഇവിടെ ഡബ് ചെയ്യാൻ വരും. എന്റെ ഭാര്യ നീ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന ഞാൻ അറിഞ്ഞു. ആര്?
താഴത്തെ കടല അണ്ണൻ പറഞ്ഞു. അണ്ണൻ എന്ത് പറഞ്ഞെന്ന്? അണ്ണൻ പറഞ്ഞു നിന്റെ ഭാര്യ ചിരിച്ചോണ്ട് കയറി പോയിട്ട് അവിടെ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി പോണേന്ന്. അയ്യോ, എന്തിനാ എന്റെ ഭാര്യയെ കരയിപ്പിക്കണത്? എന്തിനാ കരയിപ്പിക്കണത്? കരയിപ്പിച്ചതല്ല ചേട്ടാ. ഭാര്യ ഇവിടെ സീരിയലല്ലേ ഡബ് ചെയ്യണത്. സീരിയലിലെ സ്ഥിരം കരച്ചലല്ലേ. ആ സീരിയലിലെ ഡബിങ് കഴിഞ്ഞിട്ട് ഇറങ്ങി പോയതാണ്, അല്ലാണ്ട് കരഞ്ഞൊന്നുമല്ല. കണ്ണീര് വിട്ടാണ് ജീവിക്കണം നീ. കണ്ണീര് വിട്ടാണ് ജീവിക്കണം. ആദ്യമായിട്ട് പണിയെടുക്കണം നീ. പറഞ്ഞേണ്ണ എന്റെ ഭാര്യ ഇവിടെ വന്നാൽ എന്നെ നീ അറിയിക്കണം, അല്ലെങ്കിൽ നീയൊക്കെ അറിയും. എനിക്കല്ല നിങ്ങൾക്കാണ്. നിക്കാണോ? എനിക്കല്ല നിങ്ങൾക്ക്. മനസ്സിലായ നമ്മളെ ഡബിങ് ആർട്ടിസ്റ്റ് സ്മിതയല്ലേ, സ്മിതയുടെ ഭർത്താവ് ഇവൻ അലമ്പ്. എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യണം, സ്മിത വരുമ്പേ ഭർത്താവ് വന്നു വരും പറയണ്ട, പിന്നെ മൂഡ് മാറിപ്പോവും, ഡബിങ് നടക്കൂല. ഡബിങ് ആർട്ടിസ്റ്റ് മൂഡ് മാറി ചെയ്യാൻ പറ്റും കേട്ടോ. അതെ, ഞാൻ പഠിക്കട്ടെ പഠിക്കേ. പോടാ ബേട്ടാ ദിനേശ്. ചേട്ടാ, ഒരു ചേട്ടാ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖം. അതെ അതെ. ഓ, ഹൈദരാബാദിലൊക്കെ ഡബിങ്ങിനൊക്കെ പോയി ഇപ്പൊ വലിയ ആളായി. റാമോജി സ്റ്റുഡിയോയിൽ അവിടെ ആയിരുന്നല്ലേ? റാമോജി. നമുക്കൊക്കെ എന്തെങ്കിലും ഒരു ഇത് അവസരം വാങ്ങിച്ചതാ. നിനക്ക് മലയാളത്തിൽ തന്നെ കരഞ്ഞു തികയാൻ സമയമല്ല, ഇനിയാണ് ഹൈദരാബാദി വന്നിറന്ന് കരയാനായിട്ട്. കരച്ചിൽ എല്ലായിടത്തും ഒരുപോലെ തന്നല്ല, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ചേട്ടാ, ഞാൻ അമ്മു സ്റ്റുഡിയോയിൽ നിന്ന് 1/2 മണിക്കൂർ സമയം ചോദിച്ചിട്ടാണ് വന്നത്. പെട്ടെന്ന് എടുത്തിട്ട് എന്നെ വിടണം. ആയിക്കോട്ടെ, പെട്ടെന്ന് വിടാം സ്മിത. കുഴപ്പമില്ല, ഒരു പാച്ച് വർക്ക് മാത്രമേ ഉള്ളൂ ആ സീരിയലിന്റെ. അത് മാത്രമേ ടെൻഷൻ അത്രേ ഉള്ളൂ. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. അതെ, അതും പിടിച്ചോ. സീരിയലിന്റെ പോർഷൻ എന്ന് വെച്ചാല് അമ്മായിയമ്മ മരുമോളെ വീട്ടിൽ നിന്ന് ഇന്നലെ ചെയ്ത്. അതെ, മറ്റേ പേപ്പർ ഡയലോഗ് അതിന്റെ അടിയിലാണ് എല്ലാം ഇതിൽ. അപ്പൊ ഞാനങ്ങടെ വിഷ്വൽ അങ്ങ് വിടാം. അത് നോക്കിട്ട് ചെയ്താ മതിയേ. ഓ ശരി ശരി. ഓക്കെ അല്ലേ സാർ? ഓക്കെ ചെയ്തോളൂ. എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ? ഞാൻ ഒരു പാവമല്ലേ? ഓക്കെ ആണോട്ടാ? ആ പാവമല്ലേ, ഞാനൊരു പാവമല്ലെന്ന് ഒന്നും കൂടി കേറ്റി പറഞ്ഞു. ഓക്കെ ശരി. ഓക്കെ. എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ? ഞാനൊരു പാവമല്ലേ? അല്ല, ഈ പാവം വന്നാ നന്നായിരിക്കും. ഞാനൊരു പാവം, അത് വന്നാ നന്നായിരിക്കും. ആ പാവമല്ലത് കുറച്ചും കൂടി ലെവൽ കയറ്റിക്കോ. ഓക്കെ വരട്ടെ. എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? ഞാനൊരു പാവമല്ലേ? അല്ലല്ല, പാവല്ല, കുറച്ചും കൂടി കേറട്ടെ സ്മിത. ഇനി ഇതില് കൂടുതൽ ഇനി എന്തോന്ന് കേറ്റാൻ ചേട്ടാ? അല്ല, ഇത് പാവല്ലേന്ന് കുറച്ചും കൂടി കേറിയാലേ ശരിയാവുള്ളൂ. അതല്ലേ? എന്താ? അല്ല, പാവല്ലേന്ന് പറഞ്ഞത് ആര്? സ്മിത. അതല്ലേ, അതാണല്ലോ ഉദ്ദേശിച്ചത്. എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ? ഞാനൊരു പാവമല്ലേ? മതിയാ ചേട്ടാ? ഇതൊക്കെ ഓക്കെ. ഇല്ലില്ല, ഒരു ചെറിയ സാധനം കൂടി, കുറച്ച് എഫക്റ്റ് നമ്മൾക്ക് എടുക്കണം. തിങ്സ് ഇടാനാണോ? തിങ്സ് മറ്റേ സീനിലേക്കുള്ള ആ കുറച്ച് തിങ്സ് എടുത്തിട്ട് പൊക്കോ. ഓക്കെ. വിഷ്വൽ ഉണ്ടോ? അതോ വിഷ്വലിൽ എടുത്തിട്ടാ മതി. അത് കുറച്ച് തിങ്സ് കിട്ടിയാൽ നമുക്ക് ചെയ്യാം. പുള്ളി വിഷ്വൽ നോക്കാൻ നിന്നാ നിനക്ക് നാളെയും പോകാൻ പറ്റില്ല. ഉള്ളത് എടുത്തിട്ട് പോവാൻ നോക്കും. ഓക്കെ ഒരു മിനിറ്റ് പറഞ്ഞിട്ടോ. വെള്ളം ഉണ്ടായിരുന്നു അവിടെ. ആ കിടന്ന് ഡൈവ് അടിക്കണ വെള്ളം കിട്ടാതെ. ഓക്കെ, ഞാൻ റെക്കോർഡ് ചെയ്തോളാം. സ്മിത ഓക്കെ അല്ലേ? ഞാനും ഓക്കെയാണ്. ഓ, എന്താ ഇത്? വിടൂ, എനിക്ക് വേദനിക്കുന്നത് വിടാൻ. മാനസിക മാത്രമല്ല, ശാരീരിക കൊണ്ടില്ല. എന്താ? എന്താ
ഞാൻ കേട്ട് സീൽക്കാർ ശബ്ദങ്ങൾ നീ എന്താണ് ചെയ്തത്? എടാ പ്രചോദന എന്താണ് ഭാര്യ ചെയ്തത്? എന്താണ് പറ്റിയത്? എന്താണ് ഈ പരിപാടി? എന്താണ് പരിപാടി? ഡബിങ് നടന്നോണ്ടിരിക്കുക. എന്ത് ഡബിങ്? തിങ്സ് നിന്നോട് തല്ലടി നീ. വീട്ടിലുണ്ട് അമ്മ തിക്സർക്കാൻ നിന്നോട് നീ. പറയാനായിട്ട് നീ എന്താ കാണിച്ചത്? കണ്ണാടി കെട്ടി നിന്നെ ശരിക്കും കാണട്ടെ. എടാ നീ എന്തോ നിനക്ക് ബോധം ഉണ്ടാണ്, നിനക്ക് ബോധം ഉണ്ടാ. എടാ ഇവിടെ ഒരു ഡബിങ് ആർച്ച് തന്നെ ശബ്ദം വെച്ചാണ് ആ കൊച്ചു ജീവിക്കുന്നത്. അതിന്റെ തൊട്ടേ കയറി പിടിക്കണടാ. നീ ഇങ്ങനെ അവളെ പറഞ്ഞ സംശയം ഒന്നും പറഞ്ഞ് നടന്നാൽ മതി. ആ 2 പിള്ളേരെയും വാടക വീട് നിന്നെയും പറ്റണത് അവളാണ് ഈ ശബ്ദം പറ്റിട്ട്, അറിയാവോ? എടാ എത്ര ലക്ഷം രൂപയുടെ സാധനം നീ. എടാ ഒരു കഥാപാത്രം എന്ന് പറയുമ്പോൾ അതിന്റെ രൂപവും സൗന്ദര്യവും മാത്രം പോരാ, ശബ്ദവും വേണം. ആ ശബ്ദ സൗന്ദര്യമാണ് അവൾ കൊടുക്കണം, അറിയാവോ? അല്ലാണ്ട് നീ വിചാരിക്കണം ഈ സിസ്റ്റം നമ്മുടെ ചോറ. അതാദ്യം മനസ്സിലാക്ക്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ ഈ ഒരു ഒറ്റ സ്വഭാവം കൊണ്ടാണ് ഞാൻ പിള്ളേരെ നിങ്ങളുടെ അടുത്തുനിന്ന് മാറി താമസിക്കുന്നത്. ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്ക്. തെറ്റെന്റെ ഭാഗത്താന്ന് മനസ്സിലായി. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇനി ഒരിക്കലും ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് ഇങ്ങനൊന്നും കാണിക്കൂല. നിങ്ങൾ 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 എന്താന്ന് വെച്ചാ ചെയ്യ. എനിക്ക് എന്നോട് മാപ്പാക്കണം. എനിക്ക് വേറെ ജോലിയുണ്ട്. എനിക്ക് നിങ്ങൾ ഇതിനല്ലേ ഞാൻ തൊട്ടത്? അതെ, ഒരിക്കലും തൊടാൻ പാടില്ലല്ലേ? അന്നോടാ ഇതൊക്കെ നീ ചവിട്ടി തയ്ച്ചു, നിനക്ക് മനസ്സിലാക്കണം. എന്നോട് ക്ഷമിക്കണം. ഒരിക്കലും ഞാൻ ഡിലീറ്റ് ചെയ്തു. ഒരു സ്റ്റുഡിയോയിലും പോയി എന്നോട് ക്ഷമിക്കണം. പ്ലീസ്. ഹലോ, എന്നോട് ക്ഷമിക്കണേ. ക്ഷമിക്കണം പ്ലീസ്. അവൻ ക്ഷമിക്കണം എന്നും പറഞ്ഞിട്ട് തൊട്ടത് എവിടെയാന്നറിയാ? എവിടാ? ഡിലേറ്റിന്റെ സ്വിച്ചും മേലെ. ഈ ആഴ്ച കൊടുക്കേണ്ട എല്ലാ എപ്പിസോഡും ഡബിങ്ങും ഡിലേറ്റ് ആയി പോയടാ. എല്ലാം ഡബ് ചെയ്ത് വെച്ചതൊക്കെ ഡിലേറ്റ് ആയി പോയി. നീ ഡബ് ചെയ്തിട്ട് പോയാ മതി. നിന്നെ കൊണ്ട് ഡബ് ചെയ്യും ഞങ്ങള്. കൊടുക്കാം. ഡബ് ചെയ്തിട്ട് പോയാ മതി. ആവശ്യമില്ല, അത്രേ ഉള്ളൂ. മനുഷ്യന്മാരെ ഞാൻ ഡബ് ചെയ്ത ഇനിയാവോ? എനിക്ക് ഡബിങ് അറിഞ്ഞൂടാ. നീ പോടാ ബേട്ടാ ദിനേശ്. ആരാണ് വരാൻ പോകുന്നത്? അല്ല, നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് അമൃതയിൽ ഏറ്റവും സീനിയർ ആരാന്നുള്ളതല്ലേ? അതെ. നമ്മുടെ ഈ ഫ്ലോറിൽ നമ്മൾ മിമിക്രിക്കാരിൽ ടോപ്പ് സീനിയർ എന്ന് വേണമെങ്കിൽ പറയാം. ആയിരിക്കും, ടോപ്പ് സീനിയർ ആണ്. അങ്ങനെ ഒരാളാണ് ഇനി വരാൻ പോകുന്നത്. പറ, ആരാണ്? മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം സജീവേട്ടനും മനോജേട്ടനും. മനോജന്റെ സജീവേട്ടനും പൊളി ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പൊ എന്തായാലും ചേച്ചി ബാറ്ററി ഓൺ ആക്കിക്കോ. ബാറ്ററി ഓൺ. രക്ഷര അതാ സ്കിറ്റ് വരുന്നു, ചിരിക്കാൻ റെഡി ആയി. ഹലോ, എടാ നീയൊക്കെ എന്തുവാ വിചാരിച്ചത്? എനിക്ക് 48ാമത്തെ വയസ്സിൽ പെണ്ണ് കിട്ടത്തില്ലെന്നോ? എടാ ഞാൻ നല്ല കിളി പോലൊരു പെണ്ണിനെടാ ഇന്ന് കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എടാ അവളുടെ പേരെന്താന്ന് അറിയാവോ? തുമ്പി. തമ്പി അല്ലടാ, തുമ്പി. പിന്നെ നിന്റെ തുണിക്കട വെച്ചിരിക്കുന്ന മറ്റേ പാവയുണ്ടല്ലോ, പെണ്ണുങ്ങളെ പ്രതിമ. അതെ, അതിനി സാരി ഉടിപ്പിച്ചോ, മിഴി ഇടിപ്പിച്ചോ, ചുരിദാർ ഇട്ടോ, എങ്ങനെ വേണേലും കൊണ്ട് പുറത്തെടുത്ത് വെച്ചോ, ഈ തമ്പി ഇനി ഒരു ശല്യത്തിനും വരത്തില്ല കേട്ടോ. ഇന്ന് എന്റെ ആദ്യരാത്രിയാ, ഞാനിന്ന് പൊളിക്കും. എന്റെ ഫോണിൽ വിളിച്ച് കുണുകുണാന്ന് ശല്യം ചെയ്യല്ലേ കേട്ടോ. വെച്ചിട്ട് പടാ. എന്റെ ദൈവമേ, എന്റെ തുമ്പി തൂക്കി ചുവന്ന കരങ്ങളോടെ, തൂക്കി മോനേടാ. അയ്യേ പഴം. മാമനാ? അല്ല, പിന്നെ മാമന്റെ അടുത്ത് ആര് പറഞ്ഞു ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറാൻ? പാതിരാത്രി പാലും പഴം ഒന്നും വേണ്ടേടാ. അയ്യോ, പാലും പഴവും കൊണ്ടുവരാൻ പറ്റിയ ഒരു സാധനം. എങ്കിൽ പിന്നെ ഒരു സാരി ഉടുത്ത് ഇച്ചിരി മുല്ലപ്പൂവൊക്കെ ചൂടി ഇങ്ങനെ കയറി വരാത്ത എന്ത്? സാരി ഓക്കെ, പക്ഷെ മുല്ലപ്പൂ വെച്ച സ്ലിപ്പ് ചെയ്തങ്ങ് താഴെ പോകും. മാമ അത് ചെയ്യാത്തത്. ഞാനൊരു മണവാട്ടിയെ പ്രതീക്ഷിച്ച് ഇവിടെ നിന്നതാ. ദാ വന്നിരിക്കുന്ന ഒരു മണഗുണാഞ്ചൻ. അവിടുന്ന് നീ വന്നേ.
നിന്റെ എല്ലാ സത്യങ്ങളും ആ പെങ്കൊച്ചിന്റെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടാണോ അവള് നിനക്ക് കഴുത്ത് നീട്ടി തന്നത്? ഏത് സത്യം? ഏത് സത്യമെന്നോ? എടാ കൊച്ചുനാള് സ്കൂളിൽ വെച്ച് നിനക്ക് തലക്കൊരു ഏറ് കിട്ടിയായിരുന്നു. അതിനുശേഷം കറക്റ്റ് 10 മണിക്ക് കിടന്ന് ഉറങ്ങും. ഡോക്ടർമാരെ മൊത്തം കാണിച്ചപ്പോഴും ഓപ്പറേഷൻ ചെയ്യാതെ ഇത് മാറത്തില്ലെന്നാ പറഞ്ഞത്. ആ സത്യം നീ കൊച്ചിനടുത്ത് തുറന്ന് പറഞ്ഞോ ഞാൻ അനുചോദിക്കുന്നത്. ആ സത്യം ഞാൻ പണ്ട് പെണ്ണ് കാണാൻ പോയ പെണ്ണുങ്ങളുടെ വീട്ടിലെല്ലാം തുറന്നു പറഞ്ഞത് കൊണ്ടാണ് ഈ 48 വയസ്സിൽ എനിക്ക് പെണ്ണ് കെട്ടാതിരുന്നത്. അറിയാമോ മാമന്? അപ്പൊ നീ അവിടുത്തെ പറഞ്ഞിട്ടില്ലയോ? ഞാൻ എന്തിനു പറയണം? എന്തിനാ പറയണമെന്നോ? എടാ നീ 10 മണിക്ക് കൂർക്കം വലിച്ചു കിടന്നുറങ്ങും. ഇപ്പഴത്തെ പെൺപിള്ള സഹിക്കത്തില്ല. അവള് കൂടും കുടുക്കി എടുത്തോണ്ട് തുമ്പി പറന്ന് അവളെ വീട്ടിൽ പോകും കേട്ടോ. അത് ഞാൻ നോക്കിക്കോളാം. എന്തോന്ന് ഞാൻ നോക്കിക്കോളാം. നീ എടാ ഇപ്പൊ മണി എത്രയായി? മണി ഇപ്പൊ 9:30. 9:30. അരമണിക്കൂറേ ഉള്ളു. അരമണിക്കൂറൊക്കെ എന്തിനു മാമ? ഇവിടെ 1 മിനിറ്റ് ലോകത്ത് എന്തെല്ലാം അത്ഭുതം നടക്കുന്നെന്ന് മാമന് അറിയാമോ? അപ്പൊ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കാനുള്ള പരിപാടി. ഒരു കാര്യം ചെയ്യേ, ഇനി ഒന്നേ. എടാ നീ ഈ കരിമീൻ പൊള്ളിച്ചത് എനിക്ക് മാത്രം തരാ തിന്നേന്തരാ. കരിമീൻ പൊള്ളിച്ചാരി? എടാ അത് വൃത്തിയായിട്ട് വിളിച്ച് പറയരുത്. എടാ കരിമീൻ പൊള്ളിച്ചിട്ട് 80,000 രൂപയ്ക്ക് കരിമീൻ പൊള്ളിച്ചിട്ട് മാമൻ ഒരു മുള്ള പോലും തന്നില്ല. കല്യാണ സദ്യക്ക് ആര് മാമ കരിമീൻ പൊള്ളിച്ചത്? എനിക്കറിയാടാ നീ ഇങ്ങനെ ഇടന്ന് ഉരുണ്ട് കളിക്കുമെന്ന്. എന്തോന്ന്? ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കട്ടെ. നോക്കടാ കരിമീൻ പൊള്ളിച്ചത് 80,000 രൂപ. ഇത് കരിമീൻ പൊള്ളിച്ചതല്ല, കരീമ് പൊള്ളാച്ചി പന്തല് പണിക്ക് വന്നത്. എന്റെ മാമ നിങ്ങളിങ്ങനെ ഓരോ ഉടായ്പും പറഞ്ഞ് എന്റെ ആദ്യരാത്രി മുടക്കാൻ വന്ന് കയറുമെന്ന് എനിക്കറിയാം. അല്ല എനിക്കതാ 80,000 കരിമീൻ തിന്നുവോ? പിന്നെ പെണ്ണെ വിളിക്കട്ടെ. തുമ്പിയെ വിളി മാമ. തൂക്കി ചുവന്ന കരങ്ങളോട് 58 വയസ്സിൽ തൂക്കി ചുവന്ന കരങ്ങളോട് 10 മണിക്ക് മുമ്പ് തൂക്ക് ചുവന്ന കരങ്ങളോട്. ഇപ്പൊ എന്റെ തുമ്പി മന്ദം നടന്ന് എന്റെ ബെഡ്റൂമിലേക്ക് വരും. എനിക്ക് പാലെടുത്ത് തരും. ആ പാല് ഞാൻ കുടിക്കും. പകുതി പാല് ഞാൻ അവക്ക് കൊടുക്കും. പാലും പഴവും കൈകളിലേന്തി പാലും പാമ്പും പാമ്പ്. മാമാ എന്തുവാടാ? പാമ്പ് എവിടെ? തുണി പൊക്കി നോക്ക്. അതല്ല മാമ, ഈ തുണി പൊക്കി നോക്ക് മാമ. എടാ കിടന്ന് ബഹളം വെക്കാടാ. എടാ പാമ്പ് അതിന്റെ വഴിക്ക് പോകും. ഞാൻ കണ്ടു മാമ, സത്യമായിട്ട് കണ്ടു മാമ. പാമ്പ് അതിന്റെ വഴിക്ക് പോകും. നീ കിടന്ന് ബഹളം വെക്കാടാ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ തുമ്പിയൊക്കെയാണ് ഇങ്ങോട്ട് കയറി വന്ന് അവള് കണ്ട പേടിക്കത്തില്ലേ മാമ? അതിന് പേടിക്കണ്ട. ഞാനേ ആ കൊച്ചിന്റെ അടുത്ത് എന്ന് പറയാൻ ചെറുതാണ്. എന്തോന്ന്? പാമ്പേ. പാമ്പിന്റെ കാര്യം ഒന്ന് എടുത്ത് പറയണേ മാമ. അത് മാമൻ പറഞ്ഞോളാം കേട്ടോ. മാമ ഇത് പാവപ്പാടെ എനിക്ക് സത്യത്തിൽ സമയദോഷമാ മാമ. അല്ലെങ്കിൽ പിന്നെ എന്റെ ആദ്യരാത്രിക്ക് എന്റെ കട്ടില് പാമ്പ് വന്ന് കേറേണ്ട കാര്യമുണ്ടോ മാമ? നിനക്ക് മാത്രമല്ല, കേരളത്തിൽ മൊത്തത്തിൽ സമയദോഷമാടാ. അതെന്തുവാ? അകത്തിരുന്ന പാമ്പ്, പുറത്തിറങ്ങിയ ചൂട്, പോരാത്തതിന് പവർ കട്ട്. ഏതാണ്ട് പ്രതിഭാ സംഗമം ഇറങ്ങിയെന്നാ മാമൻ അറിഞ്ഞു. പ്രതിഭാ സംഗമോ? ഏതാണ്ട് സാമാനം പ്രതിഭാസം അത് തന്നെ. പത്രത്തെ വായിച്ചോ? എടാ കണ്ണൂരും കാസർഗോഡും ഒക്കെ സൂര്യാതാകാവം. സൂര്യാക്രാന്തമല്ല, സൂര്യാഘാതം. അത് തന്നെ. അതുകൊണ്ട് മോൻ പുറത്തിറങ്ങല്ലേ? ഞാൻ പുറത്തിറങ്ങില്ല. ആയ്മ ഇവിടെ അകത്തുള്ള പാമ്പിനെ കണ്ടുപിടി മാമ. എനിക്ക് ആ പാടെ പേടിയായിട്ട് വയ്യ. പേടിയായിട്ട് വയ്യ. ഇതിന്റെ അടിയിലെങ്ങാണ് കയറി ഇരിപ്പുണ്ടോ മാമ? സ്റ്റോപ്പ്. കാലനെ കണ്ട? നീ കണ്ട? ആരെ? കാലനെ. അയ്യോ പാമ്പ് കടിച്ച് ഇപ്പൊ ഞാൻ ചാവുവേ. എന്നെ കൊല്ലാൻ കാലം കൊണ്ടുവന്നാ പോന്നേ. അയ്യോ എനിക്ക് വയ്യായേ. മാമന്റെ കാലനെ കണ്ടാന്ന്? കാലനക്കല്ലേ മാമന്റെ കാലെ പച്ചിലപ്പാമ്പ് ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്നു മാമ. അടിക്കട്ട. അടിച്ചു പൊട്ടിക്കല്ലേ. പച്ചലപ്പാമ്പല്ല, അത് മാമന്റെ കാലിലെ വെരിക്കോസ് വൈനാ. എടാ പിള്ളേരെ എത്ര പേരാന്നറിയാവോ? പുനലൂ തൂക്കുപാലത്തിന് ചങ്ങലെന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തോണ്ട് പോയത്. അവിടുന്ന് ഒന്നാമത് മാമന് പേടിയാ. അപ്പൊ സത്യത്തിൽ മാമന് പേടിയുണ്ട് പാമ്പിനെ. എല്ലാം പേടിയുണ്ടോന്നോ? എന്റെ മാമൻ പാമ്പ് കടിച്ചാ ചത്തുപോയി. എങ്ങനെ മാമ? എന്റെ മാമനാണ് ഭയങ്കര മൃഗസ്നേഹിയായിരുന്നടാ. എന്റെ മാമ പറമ്പ് കിടച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാമ്പ് വന്ന് മാമന്റെ അടുത്ത് ഒരു ഒറ്റ ചീറ്റ്. എന്നിട്ട് പാമ്പിന് ജലദോഷം എന്ന് പറഞ്ഞ് കയ്യിൽ തോർത്തെടുത്ത് പാമ്പിന്റെ മൂക്ക് തുടച്ചു കൊടുത്തു. ഒറ്റ കൊത്ത് സ്പോട്ടി ചത്ത്. നല്ല സ്നേഹമുള്ള മാമൻ. അതുകൊണ്ടാ മാമൻ പറഞ്ഞത് കേട്ടോ, നീ ഇങ്ങോട്ട് മാറുന്നില്ല. വയറുവേദന. പിന്നെ എനിക്ക് ഒറ്റ പ്രശ്നമുണ്ട്. ഈ പാമ്പെന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നൊരു ആക്രാന്തം വരും. പറഞ്ഞ മനസ്സിലായില്ല. അതുകൊണ്ട് മാമന് 1 2 സാധിക്കും. ഇവിടെ തന്നെ മാമന് അത്യാവശ്യം അതെങ്ങനെയാടാ? നീ പുതിയതായിട്ട് ശരിയാക്കിയ കക്കൂസ് ഇതിനകത്തുണ്ടല്ലോ, അങ്ങോട്ട് പോവാം. അത് ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല. അത് മാമനൊന്നും പോവാനുള്ളതല്ല. പിന്നെ ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി പണിയെടുപ്പിച്ചതാ. എടാ ഷാജഹാനേ, പറയുന്ന കേട്ടാത്തൊന്നും താജ്മഹാല ഉണ്ടാക്കി വെച്ചേക്കുന്നേ കേട്ടോ. നീ ഇങ്ങോട്ട് മാറുന്നില്ലേ? പോയിക്കൊണ്ടിരിക്കുന്നു മാമ. ഇങ്ങോട്ട് മാറ്. നോക്കി മാറ്. അയ്യോ എന്തു മാമ?
പാമ്പാ 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 ആരാ മാമ? അത് ഞാനാ മാമ ഈ സമയത്ത് ശൂശു വിളിച്ച് പാമ്പിനെ വിളിച്ച് വരുത്താതെ. മാമൻ വിളിച്ചതല്ല, പിന്നെ അറിയാതെ ഉള്ളിൽ നിന്ന് പോയതാ. ഉള്ളം കിഴങ്ങി നാല് ഇത്തിരി കടുത്തു പോയി മാമ. മാമ അലമാര തുറന്നു നടക്കുന്നു. ഇതിനകത്ത് പാമ്പുണ്ടെന്ന് തോന്നുന്നു മാമ. അയ്യോ നോക്ക് മാമ, പ്ലീസ് മാമ, എന്റെ ആദ്യ രാത്രി കുളവാക്കാൻ വന്ന പാമ്പേ. അയ്യോ നോക്ക് മാമ, നോക്ക് മാമ, തുമ്പി പേടിക്കണ്ടടി, അലമാരെ പാമ്പാടാ. അത് പാമ്പല്ല, എന്റെ ഭാര്യയുടെ പാവാട. അതല്ല, ഞാൻ അപ്പുറത്തിരിക്കുന്ന പാമ്പാടാന്ന്. അത് പാമ്പാ. പാമ്പുണ്ടോ മാമ? അപ്പം പാമ്പോട്ട് ഇതിപ്പോ എങ്ങനെ പുറത്തിറക്കൂടാ? മാമ ഞാൻ പോയി ഇച്ചിരി വെളുത്തുള്ളി ചതച്ചോണ്ട് വരാം. എന്നാ കുറച്ച് വിനാഗിരിയോടെ കൊണ്ടുപോകാം. അതെന്തിന്? പാമ്പ് അച്ചാറിട്ട് ഞറക്കാം. മാമ പിന്നെ ഈ പാമ്പിന്റെ വായി രാജമാണിക്കുണ്ടെന്ന് പറഞ്ഞുള്ള എന്നെ. രാജമാണിക്കല്ലടാ, ചോട്ടാ മുംബൈ. എടാ എടാ നാഗമാണിക്കം. നാഗമാണിക്കം തെറ്റിപ്പോയി മാമ. ഇതേ സൂര്യന്റെ ചൂടടിക്കുന്നോണ്ടാ പാമ്പ് മഴ തിന്ന് പുറത്തിറങ്ങുന്നത്. ചൂടടിക്കുവോ? പിന്നല്ല സൂര്യനെ കൗണ്ടർ അടിക്കാൻ പറ്റുമോ? അടിക്കാൻ പറ്റൂടാ. അല്ല മാമ, എങ്ങനെയും പെട്ടെന്ന് മാമ ഒന്ന് പുറത്തിറങ്ങും മാമ. ഈ മാളത്തിൽ നിന്ന് പാമ്പ് പുറത്തു വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാളത്തിനകത്ത് AC ഫിറ്റ് ചെയ്താൽ തണുപ്പുണ്ടാവും. കറണ്ടി അറിഞ്ഞ് മാമ അടയ്ക്കൂ. ഇവിടെ ഇരിക്കുന്ന കീര വിത്ത്. മാമ നോക്ക് മാമ. അയ്യോ മുക്കാലാ. മുക്കാലല്ല മുക്കാബില. അതല്ല 9:45 മാമ. മുക്കാലാ. അതല്ല മാമ, പാമ്പിനോട് പറ ഇന്നെന്റെ ആദ്യ രാത്രിയാ, ഇന്ന് പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരാൻ പറ മാമ. ആഴ്ച പെരുവരെ അണ്ണാച്ചാല ചുറ്റിയിരിക്കുന്നത് പാമ്പാണ്. മനസ്സിലായോ? കേട്ടോ, നീ ഒരു കാര്യം ചെയ്യ്. നീ ഇനി വന്നേ. എന്തോ? ഇനി ഇപ്പൊ ഒറ്റ വഴിയുള്ളൂ. എന്തോന്ന്? വാവ വരണം. വാവ വരാതെ ഒരു മാർഗം നടക്കത്തില്ല പൊന്നു മോനെ. അയ്യോ വാവ വരണമെങ്കിലേ മാമൻ ഇങ്ങനെ വായും കീറി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പിന്നെ എന്റെ തുമ്പി ഇങ്ങോട്ട് വരണം, ഞങ്ങളുടെ ആദ്യ രാത്രി കഴിയണം. 10 മാസം കഴിയുമ്പോൾ വാവ വരും. അതെന്തുവാ? ഈ വാവ വരണം. അതേതാ? എടാ വാവാ സുരേഷ് വരണമെന്ന്. ഓ ഇനി വാവാസുരൊക്കെ വണ്ടി വിളിച്ച് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒത്തിരി സമയമാവും മാമ. സമയം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ചെയ്യും മാമ. ആദ്യ രാത്രി കുളവാക്കിയ പാമ്പേ. മാമൻ ഈ കമ്പിന് കുത്തിയിടും. കുത്തിയിടാൻ അകത്തിരിക്കുന്ന പുട്ടല്ല പാമ്പാ. ഈ കൗണ്ടർ പൊതിഞ്ഞ് അലമാരക്കകത്തോട്ട് വെച്ചോണം. ഇവിടെ ഉരുകി നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ കൗണ്ടർ അടിക്കുന്നത്. മാറിയില്ല ഇവിടെ. കുത്തു 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 മിണ്ടല്. കുത്തു കുത്തു കുത്തു. യോ യോ പാമ്പ്, പാമ്പ്. സ്റ്റീൽ പാമ്പാ. എടാ നിന്റെ ബെൽറ്റാടാ ഇത്. കേട്ടോ, ബെൽറ്റിനകത്ത് വെച്ചാണോ പേടിപ്പിച്ചത് മനുഷ്യനെ? ബെൽറ്റ് ആയിരുന്നു അതിനകത്ത്. അല്ലാതെ ആകപ്പാടെ പേടിച്ചു മാമ. ഇനി അതെടുത്ത് അവിടെ വെക്കല്ലേ. കാരണം പറഞ്ഞാൽ അവളെ കാണാൻ കണ്ടോണ്ട് വന്ന് ഇനി അലമാര തുറക്കണം. അലമാര തുറക്കുമ്പോൾ വീണ്ടും പാമ്പിന്റെ വിഷയമാവും. എന്റെ ആദ്യ രാത്രി മുടങ്ങും. അതിന്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല എന്റെ പൊന്ന് മാമ. അപ്പൊ ഒരു കാര്യം ചെയ്യ് മാമനെ, പൊക്കോ മാമ പൊക്കോ. എന്ത് കാര്യം പറഞ്ഞു വിടും മാമ, സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. എടാ നീ എവിടെയാടാ മറ്റേ ഹണിമൂൺ ട്രിപ്പിൽ പോന്നെ? നാഗാലാൻഡ്. ആ കുടുംബത്തോട്ട് പോകുമ്പോ ഈ കുഞ്ഞിനെ കൂടെ അവിടെ ആക്കിയത്. ഏത് കുഞ്ഞ്? നിന്റെ കയ്യിരിക്കുന്ന പാമ്പായിരുന്ന മാമ. പിന്നല്ലാതെ ചേമ്പാന്നോ വാരി എറിഞ്ഞത്? ഓ എന്തായാലും പാമ്പ് പോയ സ്ഥിതിക്ക് എന്റെ ആദ്യ രാത്രി അങ്ങ് തുടങ്ങിക്കളയാം. പിന്നെന്ത്? അവളെ വിളി. അയ്യാ 10 മണിയാവുമ്പോ 1 മിനിറ്റ് കൂടെ ഉള്ളു പാമ്പ. ഞാൻ ഇനി എന്ത് ചെയ്യും? നീ നേരത്തെ പറഞ്ഞാലേ 1 മിനിറ്റ് കണ്ടാൽ അത്ഭുതം കണ്ട് സൃഷ്ടിക്കുമെന്ന്. ഒരു കാര്യം ചെയ്യ്, ഞാൻ അവളെ വിളിക്കട്ടോ. അപ്പൊ പിന്നെ ഹാപ്പി ആദ്യ രാത്രി. ഹാപ്പി ഗുഡ് നൈറ്റ്. ഇരുന്നിരുന്നൊരു പരിപാടി കിട്ടിയപ്പോ അവന്റെ മൈക്ക് സെറ്റിന് സാക്ഷൻ ഇല്ലാതായി പോയി. കിടക്കുന്ന കിടപ്പ് കണ്ടോ മാമ? പഴം. പഴമല്ല, പാമ്പ്. ഫീൽ ഗുഡ് വൺ. ലുക്ക്. മേക്കപ്പ് ചെയ്ത ആള് ഭയങ്കര രസമായിട്ട് മേക്കപ്പ് ചെയ്ത ആളൊരു മേക്കപ്പ് മാനാന്ന് തോന്നുന്നു. ഇനി മനോജ് തന്നെ പറ. അതെ, ഇനി മനോജന്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. തൂക്കി. ലാസ്റ്റ് ഭയങ്കര സങ്കടം വന്നുപോയി. പാവല്ലേ. അപ്പൊ ബാറ്ററി എത്രത്തോളം ഹാപ്പി ആയെന്നുള്ളത് നമുക്ക് നോക്കാം. എന്ത് പറയുന്നു? നോക്കാം ചേട്ടാ. രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പം ട്രാൻസ്ഫർ ചെയ്യാവോ? പുതിയൊരു ലുക്കിൽ വീണ്ടും കാണാം അല്ലേ? തീർച്ചയായിട്ടും. അതെ, അതേപോലെ തന്നെ മനോജേട്ടാ അടുത്ത എവിടെയെങ്കിലും നല്ലൊരു പെണ്ണിനെ കിട്ടട്ടെ. ആവേശത്തിൽ ഞങ്ങൾ വടക്കേക്കരക്കാർ ഇറക്കുന്നു. ടീമിനെ പറ്റി നീ ഒരു വലിയ ഇൻട്രോ പറഞ്ഞു. ഈ ടീമിനെ പറ്റി എനിക്ക് പറയാനുണ്ട്. കാരണം നമ്മൾ ട്രിവാൻഡ്രത്ത് ഒരു അതിഗംഭീര ഓഡീഷൻ നടത്തിയിരുന്നു.
അന്ന് അവിടെ വന്നിരുന്ന 2 കുഞ്ഞി ബേബീസ് ആണ് ഇപ്പൊ നമുക്കിവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മാത്രല്ല 2 മക്കളും ഒരു വീട്ടില് ചേട്ടനും അനിയനുമാണ്. അപ്പൊ നമുക്ക് അർജു വിളിച്ചാലോ? ഓ നമുക്ക് വിളിക്കാം. അപ്പൊ നമുക്ക് ആരവത്തോടുകൂടി കോമഡി പറയാൻ ആരവും വരട്ടെ. ആർദ്രമായി നമ്മളെ കോമഡി പറഞ്ഞു ഉറക്കാൻ ആർദ്രവും. ചേച്ചി പവർഫുൾ ബാറ്ററി ഓൺ ആണോ? പവർഫുൾ ബാറ്ററി ഓൺ ആണ്. എന്നാ പവർഫുൾ പെർഫോമൻസ് കാണാം. ഹലോ, അതെ പ്രശസ്ത ജോൾസൺ വീടിക്കുട്ടിയാണ്. ജാതകം നോക്കും, മുഖലക്ഷണം പറയും, ശത്രു സംഹാര പൂജ ചെയ്യും, അങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ട്. ഇന്ത്യയുടെ ഒരു റോക്കറ്റ് വേണമെങ്കിൽ ഞാൻ തന്നെ സമയം നോക്കി കൊടുക്കണം. എന്തിനാ പറയുന്നു? ദൈവത്തിന് ഒരു ഞാൻ തന്നെ സമയം നോക്കി കൊടുക്കും. ഓക്കെ, വന്നാ മതി. ഓരോരുത്തരും പറയാം. നമസ്കാരം. സന്തോഷത്തോടെ ഈ ലഡു കഴിക്കൂ. എന്താ ഇത്ര സന്തോഷം? അത് എന്റെ അപ്പുറത്തെ വീട്ടിലെ ബാബുന് 1 കോടി രൂപ ലോട്ടറി അടിച്ചെന്ന്. അയക്കാന്റെ കൂടെ സ്നേഹമാണല്ലേ? സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇന്ന് രാവിലെ എന്റെ പെണ്ണും പിള്ള തുണി അലച്ചോടുമ്പോ പറയുന്നേട്ട് ലോട്ടറി കീറിപ്പോയെന്നോ, അത് കാണാതായെന്നോ, കളഞ്ഞുപോയെന്നോ, അത് നനയുപോയെന്നോ. അതിന്റെ സന്തോഷത്തിലെ ഞാൻ ലഡു വന്നു. എന്നാ ഒരെണ്ണം കൂടി കഴിക്കാം. ഇതെന്തിനാ? ഇത് എന്റെ കാര്യം പോയി. അതുകൊണ്ട് തന്റെ പേരെന്താ? ജോസൂട്ടി. അതെ, ഗ്യാസ് ഊട്ടി. അതെ, ജോസൂട്ടി. താങ്കളുടെ പ്രശ്നം എന്താ? എന്റെ ലൈഫ് മൊത്തം പോയിരിക്കണം. ഓ, ലൈഫ് ബോയ് സോപ്പ് കിട്ടി. ലൈഫ് മൊത്തം പോയില്ലേ ജോസൂട്ടി? അതെ ആശാ, ഞാൻ പല സ്ഥലങ്ങളും പോയി. ഇതൊരു പരിഹാരം കാണാൻ പറ്റിയില്ല. താൻ എവിടെയെല്ലാം പോയത്? 2-3 ഡോക്ടർമാരെ കാണാൻ പോയി. എന്തിനാ? എന്റെ കണ്ണിന്റെ കാഴ്ചയത്ത് കുറവാ. അത് ശരിയാണെന്നല്ല പച്ചക്കറി ധരിക്കാൻ പറഞ്ഞു. എന്നിട്ട് താൻ പച്ചക്കറി കഴിച്ചോ? കഴിക്കാന്ന എല്ലാ കടയിലും കയറി ഇറങ്ങി നോക്കി, പക്ഷെ പച്ചക്കറിച്ചില്ല അവിടെ. ഓറഞ്ച് അരച്ചേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഓറഞ്ച് അരച്ച് മേടിച്ച് ഞാൻ പച്ചപ്പയിന്റെ മുക്കി തിന്നു. എന്റെ ഭഗവാനെ. പിന്നെ ഞാൻ വേറെ ഡോക്ടർമാരെ കാണാൻ പോയി. എന്തിനാ? എന്റെ ശരീരം നന്നാവാൻ. ഡോക്ടറെ പരിശോധിച്ച് പറഞ്ഞു നല്ല നാരുള്ള ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് താൻ നാരുള്ള ഭക്ഷണം കഴിച്ചോ? കഴിച്ചോന്നാ 2 ലോഡ് തൊണ്ടാണ് ഞാൻ മുറ്റത്തിറക്കിയിട്ട് കഴിച്ചേ. അതിന്റെ 500 രൂപയുടെ കയറാൻ ചാലക്കൊണ്ട് വിറ്റ. എന്റെ ഭഗവാനെ, തൊണ്ടേ കുടുങ്ങി ചാവാത്ത ഭാഗ്യം. തനിക്ക് എന്താ അനിഷ്ടമുണ്ട്? എനിക്കെന്തിനാ? എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ഞാൻ നിന്നെ അനിഷ്ടം കുടിക്കണം. അനിഷ്ടം തനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന്. അതുകൊണ്ട് തന്റെ സ്റ്റാർ പറ. എല്ലാവർക്കും ഉണ്ട് സ്റ്റാർ. എന്റെ സ്റ്റാർ LED ബ്ലോ സാറേ. ഇങ്ങനെ കത്തും. വീട്ടിൽ കെട്ടുന്ന സ്റ്റാറിനെ പറ്റിയില്ലേ പറയുന്നത്? എടോ, അതല്ല, തന്റെ നാളാണ് ഞാൻ പറഞ്ഞത്. മറ്റന്നാള്. അതൊക്കെ വിട്ടുകാണ. തന്റെ വീട്ടിലെ പ്രശ്നം പറ. ആശാന ബാത്റൂമിൽ മൂട്ടിലിരിയ. ബാത്റൂമിൽ കയറുമ്പോ മാത്രമാണ് സംഭവിക്കണ. അതെ. മൂട്ടിത്തി തൂക്കി ചുവന്നൊരങ്കളോട് തന്റെ വീട്ടിലെ ബാത്റൂം അഗ്നി കൊള്ളാൻ നിൽക്കുന്നത്. അത് മറ്റേ വല്ല വഴിയുണ്ടോ? ഉണ്ടല്ലോ. നിങ്ങളുടെ ബാത്റൂം നേരെ വാട്ടർ ടാങ്കിലേക്ക് മാറ്റുക. അതല്ല, ബാത്റൂം തണുപ്പിക്കാൻ ഒരു ബക്കറ്റ് വെള്ളം പറമ്പി പോടാ. അതോട്ട് ആശാന്റെ സമയം നോക്കാൻ പറ്റോ? അതിനെന്താ, കൈ തരൂ. 2:45. സമയം പറഞ്ഞില്ല, പറഞ്ഞ എന്റെ സമയം നോക്കാൻ. അയ്യോ, ഇപ്പൊ സമയമില്ല. ഇത് ആര് കിടന്നു കൊറേ നേരം. ഹലോ, അതെ പ്രശസ്ത ജോൾസൺ വീടിക്കുട്ടിയാണ്. അങ്ങനെയാണോ? ആ, ശരി വെക്കാം. അയ്യോ, എടോ, തന്റെ വീട്ടിൽ എത്ര റൂമുണ്ട്? 2 റൂം. അതിൽ ഒരെണ്ണം എനിക്ക് ഒളിച്ചിരിക്കാൻ തരുമോ? എന്തിന്? വ്യാജ ജോൾസിനെ പോലീസ് തപ്പാ ഇറങ്ങി. ജോൾസേരേ നോനോ കൂലിപ്പണി രാജ. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ആരവും ആർദ്രവും അല്ലേ? ഇതില് ആർദ്രവ് ആരാ? ഹായ്. എന്നാ നിങ്ങളെ വീട്ടിൽ വിളിക്കുന്ന പേരെന്നാ? പൊന്നൈ. ആരാ പൊന്നനാരാ? ആരാ പേര്? പൊന്നെ. പൊന്നനാരാ? അപ്പൊ ഇവന്റെ ഇളവന്റെ പേരാ? അക്കു. ആ പേര് മതിയല്ലേ നമുക്ക്? അതെ. അമ്മേ നമസ്കാരം. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. എങ്ങനെയുണ്ടായിരുന്നു? ആദ്യമായിട്ടാണ് മക്കള് നിങ്ങളുടെ ഈ ഒരു വേദിയിൽ വന്ന് നന്നായിട്ട് പെർഫോം ചെയ്തു. അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? അവര് ചെയ്തതിൽ കുറെ കുറവുണ്ട്. ഒരു കുറവില്ല. കാരണം അവര് വീട്ടില് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്തു. ആ, അപ്പൊ അമ്മ ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കോ? അല്ലാതെ എങ്ങനെയാണ് ഈ ഒരു
എന്താ പറയുക ആക്ടിങ് ചെയ്യണം? ആര്, അമ്മയ്ക്കാണോ ആക്ടിങ് ഇഷ്ടം അല്ലാതെ അച്ഛനാണോ, എങ്ങനെ? ഇല്ല ഇളയ മോനാണ്. അക്കുന് ആ അവനാണ് കോമഡി ഭയങ്കരമായിട്ട് ഇഷ്ടവും. എന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നാലും എന്തെങ്കിലും ഓർമ്മ വരണമെങ്കിൽ എനിക്കൊരു കോമഡി ഓർമ്മ ഒന്നൊന്ന് എഴുതി വെക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് ഓടി വരും. എന്തെങ്കിലും ഇതുപോലെ കഥ ഒക്കെ ഓർമ്മ വരും. പക്ഷെ അവന് എഴുതാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് എൻ്റെ അടുത്ത് ഓടി. അതിപ്പോ അക്കു ഏത് ക്ലാസ്സിലാ മോനെ? ഫസ്റ്റ് സ്റ്റാൻഡേർഡില്. അപ്പൊ ഇനിയെല്ലാം എഴുതാൻ അറിയാം അല്ലേ? ആ കുറച്ചറിയാം. കുറച്ചറിയാം. അപ്പൊ അമ്മേനെയാണോ ഇഷ്ടം അല്ല അച്ഛനെയാണോ ഇഷ്ടം? ആരെ ഇഷ്ടടാ? ചേട്ടൻ എന്ന് പറഞ്ഞപ്പോ ചേട്ടന്റെ മുഖത്തെ ചിരി കണ്ടിരുന്നു. ശരി, അപ്പൊ പൊന്നനാരെ ഏറ്റവും ഇഷ്ടം? പൊന്നാരെ ഇഷ്ടം പൊന്ന? എനിക്ക് അമ്മേനെ. അതിന്റെ അമ്മേനെ ഇത്ര ഇഷ്ടം എന്നാ പൊന്നന് അമ്മേനെ ഇഷ്ടം? അമ്മേനെ എനിക്ക് സ്ക്രിപ്റ്റ് ഒക്കെ പഠിപ്പിച്ചിരുന്നു. അല്ല അമ്മ, ഈ മക്കള് മൂത്ത മോനായ സമയത്ത് അമ്മയ്ക്ക് എന്താ ആഗ്രഹമായിരുന്നു ഈ കുഞ്ഞ് എന്താവണം എന്ന്? എനിക്കും അങ്ങനെ ആഗ്രഹമൊന്നുമില്ലായിരുന്നു. എൻ്റെ മോന് ദീർഘായുസ് ശരീര സുഖവും കിട്ടണമെന്ന് ഉണ്ടായിരുന്നുള്ളൂ. കാരണം എൻ്റെ മോന് ഒരുപാട് വൈകല്യങ്ങളുണ്ടായിരുന്നു. ആ ആണോ? മാസം തികയാതെ പ്രസവിച്ചതാണ്. നടക്കൂലായിരുന്നു, സംസാരിക്കൂലായിരുന്നു, കൊണ്ട് കിടത്തി ഒരു സ്ഥലത്ത് തന്നെ കിടക്കുമായിരുന്നു. 3.5 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം മോൻ ചെയ്തത്. ഓ, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു അമ്മയാണ്, അതുകൊണ്ട് ഞാൻ പറയാണ്, അമ്മയ്ക്ക് മനസ്സിലാവും കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. അവനാണെങ്കിൽ ഇന്ന് ഇവിടെ സ്ക്രിപ്റ്റ് ആണെങ്കിൽ സ്ക്രിപ്റ്റ്, ഡയലോഗ്സ് ആണെങ്കിൽ ഡയലോഗ്സ്, എവിടെ നോക്കണം എല്ലാം അവനാണ് ഓർത്തത് ഏറ്റവും ജാസ്തി അല്ലേ? അപ്പൊ പിന്നെ ഇവന് ഭയങ്കര, ഇവന് ലഡ്ഡു കഴിച്ചപ്പോ ഇവനെല്ലാം റിഹേഴ്സൽ സമയത്ത് ഇവൻ ആരും ലഡ്ഡു കൊടുത്തില്ല. അതായത് ഇത് റിഹേഴ്സൽ സമയത്ത് ഇവന് ലഡ്ഡുവും കൊടുത്തിട്ടില്ല, മറ്റവന് മൊബൈൽ ഫോൺ. ഇവന് ലഡ്ഡു കൈ കിട്ടിയപ്പോഴേ ലഡ്ഡു കിട്ടിയപ്പോൾ ഇതെടുത്ത് അവൻ കഴിച്ച്. അപ്പോഴാണ് ഇവന് ഡയലോഗും പറയണം. അപ്പൊ എന്തിനു ഇറക്കും പറയും. മറ്റവനാണെങ്കിൽ ഫോൺ ആദ്യം എടുത്തിട്ട് രണ്ടാമത് കൈ എടുത്തിട്ട് കട്ട് ചെയ്ത്, അയ്യോ എനിക്ക് ഫോൺ തന്നിട്ടുണ്ടല്ലോ, ഒരു കട്ട്. എന്റെ ഹസ്ബൻഡ് എന്നാ ചെയ്യുവാ? ഒരു ഫാർമ കമ്പനിയുടെ മാനേജറാണ്. പിന്നെ പുള്ളി എപ്പോഴും വീട്ടിൽ കാണൂല. അപ്പൊ സ്ക്രിപ്റ്റിലൊക്കെ ചേട്ടൻ സഹായിക്കൊന്നുമില്ല? സഹായിക്കും. വീട്ടിലുള്ള ദിവസങ്ങളിലൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതെ, ഈ അമ്മയുടെ ഏറ്റവും വലിയൊരു അസറ്റാണ് ശരിക്കും പറഞ്ഞ 2 കുട്ടികൾ കേട്ടോ. അത് എന്താ പറയാ, ഇവര് വലുതാവുമ്പോ നിങ്ങളെ അത്രയും പ്രൊട്ടക്ട് ചെയ്ത് നോക്കും. അത് ഇവരുടെ ആ ഒരു സ്നേഹത്തിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് കുട്ടികളുടെ. അക്കുനെ ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി മുതല് നിങ്ങൾ ഞങ്ങളുടെ 2 പേരുടെ പൊന്നപ്പനും തങ്കപ്പനുവാ കേട്ടോ. ഇന്നലെ എന്റെ അടുത്ത് പറയണ്, അമ്മയ്ക്ക് പൈസ വേണോ കിരീടം വേണോ? ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ട, നിങ്ങൾ നല്ലവണ്ണം ആ സ്റ്റേജിൽ പരിപാടി എനിക്ക് പൈസയെ വേണ്ട. പക്ഷെ എന്ത് ചെയ്യാം, നമ്മളിവിടെ ഇപ്പൊ ബാറ്ററി ചാർജ് കയറി കഴിയുമ്പോ കിട്ടുന്ന പൈസ അങ്ങ് തരും. കുറച്ചാണെങ്കിലും എത്രയാണെങ്കിലും ഫുള്ളാണെങ്കിലും പൈസ എന്തായാലും കിട്ടും. അതെ. അക്കു റെഡി അല്ലേ? പുറകോട്ട് നോക്കിക്കോളൂ. കരനിറയെ പണമൊഴുകണ കളി, പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി, എത്രയാക്കോത്? 7000. ആദ്യമായിട്ട് ശമ്പളം അങ്ങ് വാങ്ങുകയാണല്ലേ 7000 രൂപ. ഇനി ഇത് 7000 നിന്ന് അടുത്ത കളിച്ച് നമുക്ക് 70,000 ഹാപ്പി ആയില്ലേ? ഇപ്പൊ അയച്ചുതരാം. 7000 പിന്നെ കിട്ടി. അപ്പൊ മക്കളെ പൈസയൊക്കെ കിട്ടി കഴിഞ്ഞു. ഇനി അടുത്ത തവണ വരുമ്പോ ഞങ്ങൾക്ക് മുട്ടായിക്ക് മേടിച്ചോണ്ട് വരുവോ? ഓക്കെ. അക്കു. അപ്പൊ എന്തായാലും ചേച്ചി ബാക്കി ശ്വേത ചേച്ചിയാണ് അങ്ങ് പറയേണ്ടത്. അതായത് ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ, വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ആരൊക്കെയാന്ന് ഞങ്ങൾക്ക് അറിയണം. അക്കുനൊന്നും മനസ്സിലായിട്ടില്ല, എന്താണെന്ന് അറിഞ്ഞാടാ നീ. വലിയ സംഭവം നടക്കാൻ പോ, നോക്കിക്കോ. സാധനങ്ങളൊക്കെ എന്താ എന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആരാന്നറിയാണെങ്കിൽ ഈ ഹാമ്പർ കൊടുക്കാം. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ goes to
our baby. പൊന്നനും മക്കുരുമാണ് ലഭിക്കുന്നത്. Cutie hand wash ഇന്നത്തെ മെയിൻ. നിങ്ങളുടെ ആഗ്രഹമായിരുന്നില്ലേ ഒരു ക്രൗണോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? സമ്മാനം കിട്ടിയില്ലേ? സന്തോഷായോ? അങ്ങോട്ടേക്ക് എന്താന്ന് മനസ്സിലായി? പൊന്നൻ എല്ലാ കാര്യവും മനസ്സിലായി. പൊന്നൻ ആ ഒരു കാര്യസ്ഥൻ അല്ലെ, ആ ഒരു മോഡിൽ എല്ലാം മനസ്സിലാക്കി. നിങ്ങൾ പൊന്ന അളിയാ സെറ്റ് അല്ലേ? അവനല്ല. അപ്പൊ എന്തായാലും ചേച്ചി അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ആരാന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഓക്കേ, വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് goes to സജീവേട്ട. സൂപ്പർ സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് goes to സജീവനൻ. എന്ത് തോന്നുന്നു? എന്ത് തോന്നാനാ? സജീവ് ഏട്ടാന്ന്. അയ്യോ, ചില സമയത്താണ് പല്ലേച്ച് വരാറുള്ളത്, അപ്പൊ ഒരു ബഹുമാനം വന്നത്. അന്തരം ബഹുമാനം കിട്ടിയല്ലോ. താങ്ക് യു. എന്തായാലും ഇത്രയും വലിയൊരു സ്റ്റാർ നമ്മൾ ചേട്ടാന്ന് വിളിച്ചതിൽ ഭയങ്കര സന്തോഷം. ഇനി ഇത് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല. എന്ത് തോന്നുന്നു? ഡെയിലി 3 നേരം പല്ല് തേക്കാൻ തോന്നുന്നു. വളരെ സന്തോഷമുണ്ട്, കാരണം 2 അവാർഡ്സ് 2 ടീമിന് ലഭിച്ചിരിക്കുകയാണ്. വിച്ച് മീൻസ് നമ്മളും ഈക്വൽ ആയി ഗൈസ്. എന്ത് ചെയ്യാനല്ലേ, ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ശ്വേത ചേച്ചി. പ്രേക്ഷകർ എല്ലാവരും ഈ ഒരു തീരുമാനം കറക്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഇത് പറഞ്ഞുകൊണ്ട് നമ്മുടെ കാസർഗോഡ് ഭാഷയൊക്കെ ഇങ്ങോട്ടൊന്ന് കേൾക്കണേ. ശ്രീവിദ്യ, നീ ഉണ്ടല്ലേ? കൊറേ കാലമായിട്ട് നിന്നെ കേൾക്കുന്നുണ്ട്. കാസർഗോഡ് എന്ന് പറയും. ഇനി ഞങ്ങൾക്ക് വേറെ മുത്തുകളെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. ഇവരെന്ന് വരും, നാളെ പോവും. മറ്റന്നാ ഞാനേ ഉള്ളൂ. അത് കുഴപ്പമില്ല, മറ്റന്നാൾ അവരെയും വിളിക്കാം. ഇല്ല, ഞാൻ അവരെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഹായ്, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ഒരു ഫുൾ മൊമെന്റ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഈ സ്റ്റേജിൽ വരാൻ പറ്റിയത് തന്നെ നമ്മളൊരു ദൈവാനുഗ്രഹവും ഭാഗ്യമായി കരുതുന്നു. പിന്നെ നമ്മൾ കോൽക്കളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു 8 മാസം മുന്നേ ആണ് ഇത് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും തുടങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പം ഈ 17 പേരും 17 പ്രായക്കാരും 17 വ്യത്യസ്ത ജോലിയിലുള്ള ആൾക്കാരുമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എല്ലാവരും നമ്മുടെ വീട്ടുകാരും നാട്ടുകാരൊക്കെ നമ്മുടെ കട്ടയ്ക്ക് സപ്പോർട്ട് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വേദിയിൽ ഇന്ന് ഈ അവസരത്തിൽ നമുക്ക് നിൽക്കാൻ കിട്ടിയത്. അപ്പം അവരോടൊക്കെ നന്ദി പറയുന്നു. അതേപോലെ നമ്മളെ ഗുരുക്കന്മാരും ഉണ്ട്, 2 പേര് നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. പിന്നും ഗുരുക്കന്മാർ നമ്മുടെ നാട്ടിൽ എല്ലാവരും പഠിപ്പിക്കാൻ വേണ്ടി കുറേ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും നന്ദി പറയാൻ വേണ്ടി ഞാൻ ഈ ഒരു അവസരത്തിൽ ഈ വേദിയെ ഞാൻ ഉപയോഗിക്കുന്നു. പിന്നെ അമൃത ചാനലിനോടും ഈ അവസരം തന്ന അമൃത ചാനലിനോടും വളരെയധികം നന്ദി, കടപ്പാടും സ്നേഹവും എപ്പോഴും ഉണ്ടാവും. സന്തോഷം, അതൊന്നും വേണ്ട. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇവളുടെ വീട്ടിൽ പോവും, കടപ്പാട്. അതേപോലെ നമ്മുടെ നാട്ടുകാരിയായ ശ്രീവിദ്യ ചേച്ചിയും ആൾക്കാരെ തകർത്താൻ ശ്രമിക്കും, തളരരുത്, പറ. തകർന്നു കിടക്കുന്നവളൊന്നും എണീപ്പിക്കും. ചേച്ചി അതേപോലെ നമ്മുടെ പരിപാടി ഓൾറെഡി കണ്ടതായിരുന്നു അവരെ നാട്ടില്. അപ്പൊ ചേച്ചി നല്ല അഭിപ്രായം ഇവിടെ പറഞ്ഞിരുന്നു, നമ്മൾ കേട്ടു. അപ്പം ചേച്ചിക്കും ഒരുപാട് നന്ദിയുണ്ട്. ശ്രീവിദ്യയുടെ ആദ്യമായിട്ട് കാസർഗോഡുള്ള എല്ലാവരോടും ശ്രീവിദ്യ, നീ പറയുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എന്തായാലും നമ്മുടെ എപ്പിസോഡ് കാണാൻ പറയണം. നിങ്ങളുടെയൊക്കെ വീഡിയോയിൽ ഞങ്ങൾ വരുന്നുണ്ടെന്നറിയാം. ഇനി എന്താന്ന് വെച്ചാൽ ആ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള അവസരവും ഉണ്ടാവും. അതെ. ഇനി നമുക്ക് അങ്ങനെ കണ്ടുപോവാം അല്ലേ? ടിവിയിൽ മാത്രമല്ല, നമുക്ക് നേരിട്ട് നിങ്ങളെയൊക്കെ കാണാൻ സാധിക്കും. ഓരോ എപ്പിസോഡും നമുക്ക് അങ്ങനെ പുതിയ പുതിയ നാടിനെ പരിചയപ്പെടാം, കലകൾ പരിചയപ്പെടാം, ആൾക്കാരെ പരിചയപ്പെടാം. അങ്ങനെ ഫുൾ ഫണ്ണായിട്ട് പോവാം. ഇതൊക്കെ പറയുമ്പോഴും ചേച്ചി, ബ്രഷ് ബിഫോർ ബെഡ്, ഉറങ്ങുന്നതിന് മുമ്പ് പല്ല് തേക്കണം. ചേച്ചിനോടല്ല, പല്ല് തേക്കണം കേട്ടോ. പല്ല് 2 പേരും തേക്കണം. ഞാനും പോയി തേക്കണം. വെറുതെ തേച്ചാൽ പോരാ, വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് കൊണ്ട് തേക്കണം. എങ്ങനെ തേക്കണം? വെറുതെ തേച്ചാ പോരാ, വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് കൊണ്ട് തേക്കണം. കൊച്ചു വരെ പറഞ്ഞു, കറക്റ്റ് ആക്കി. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഹാപ്പി എൻഡിങ്ങിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ എന്തായാലും താങ്ക് യു ഗൈസ്. നിങ്ങളെയൊക്കെ വീണ്ടും കാണും, അടുത്ത ദിവസം കാണാം. അതിലേക്കും ബൈ.